CPM നേതാവ് KJ ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം പ്രത്യേക സംഘം അന്വേഷിക്കും. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൊച്ചി സൈബർ ഡോം, കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ഡിവിഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. KM ഷാജഹാനെയും CK ഗോപാലകൃഷ്ണനെയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ ഉച്ചയോടെ മുനമ്പം ഡിവൈഎസ്പിക്ക് മൊഴി നൽകും. പോലീസ് ഇടപെടലിൽ അടിയന്തര ഇടപെടൽ അഭിമാനമുണ്ടെന്ന് KJ ഷൈൻ പ്രതികരിച്ചു. കിട്ടിയ എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഷൈൻ പറഞ്ഞു. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെന്റ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജില്ലയിൽ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേർന്നു. ആജ്ഞ, കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. സൈബർ ഡോം മുതൽ ഇങ്ങ് സിവിൽ പോലീസ് വരെ വിഷയത്തിനകത്ത് ശക്തമായി ഇടപെടുന്നു. അഭിമാനമുണ്ട് എന്ന് KJ ഷൈൻ ടീച്ചർ പറയുമ്പോൾ പ്രധാനപ്പെട്ട ചില അറസ്റ്റുകൾക്ക് കൂടി കടന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി സ്ഥിരീകരിക്കാമോ ഇപ്പോൾ? തീർച്ചയായിട്ടും അപർണ, കാരണം ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് താൻ കടന്നുപോയത്. അതുകൊണ്ട് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ലഭിച്ച തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് KJ ഷൈൻ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ഇത് പ്രത്യേകിച്ചും പരാതി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. അതുപോലെ കൊച്ചി സൈബർ ഡോമും കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. നിലവിൽ ഷൈൻ ടീച്ചറിന്റെ പ്രതികരണം അനുസരിച്ചിട്ട് പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗം അതിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ്. മാത്രമല്ല, ഗവൺമെന്റ് സർക്കാർ സംവിധാനങ്ങൾ ഇതിനോട് എടുത്തിട്ടുള്ള നിലപാടും അതുപോലെ മാധ്യമങ്ങൾ തന്നോട് കാണിച്ച അനുഭാവ നിലപാടും ഒക്കെ ഈ സമയം ഓർക്കുന്നുവെന്നും അവര് വളരെ കൃത്യമായി പറഞ്ഞു. പ്രധാനമായും എടുത്തു പറഞ്ഞത് സംസ്കാരം ഏത് തരത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു ജനത ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പഠന ക്ലാസ് നൽകണം. അത് പ്രത്യേകിച്ചും കോൺഗ്രസിനെ തന്നെ ഉദ്ധരിച്ച് പറയുമ്പോൾ കോൺഗ്രസ് സംസ്കാരം ഇവിടെ വേണം, എങ്കിലും അതിനു മുകളിൽ മറ്റൊരു കുറച്ചുകൂടി ഉയർന്ന സംസ്കാരത്തിന് രൂപപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോഴും സ്ത്രീ പുരുഷ ലൈംഗികത നടു റോഡിലേക്ക് വലിച്ചിഴക്കാതിരിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും സാംസ്കാരിക നായകന്മാർ കാണിക്കണമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നിനെ പോലും വലിയ പ്രതിസന്ധിയാണ് താൻ കടന്നുപോയത്. ആ ഒരു ഘട്ടത്തിൽ തന്നോടൊപ്പം ഒരുപാട് പേര് നിന്നിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തനിക്ക് ലഭിക്കുന്ന എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഷൈൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൈപ്പിൻ MLA അല്പസമയത്തിനകം മുൻപും ഡിവൈഎസ്പിക്ക് മുൻപാകെ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് മൊഴി നൽകാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അപർണ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാം, കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയിൽ തന്നെ ഇത് അല്പം സീരിയസ് ആയി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഗോപാലകൃഷ്ണനും കുടുംബത്തിനും എതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും ഒരു വ്യക്തിയെയും യാതൊരു തരത്തിലും ഇത്രയും മോശമായി ചിത്രീകരിക്കരുത്. അത് ആരുടേതായാലും ആരായാലും ഏത് രാഷ്ട്രീയ കക്ഷിയായാലും അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ആജ്ഞ, ഇതിൽ ചില അറസ്റ്റുകൾ എന്ന് പറയുന്നു. അപ്പോഴും നേരത്തെ KJ ഷൈൻ ടീച്ചർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം, ഈ ബോംബ് എന്നുള്ള ഒരു ആരോപണം പോലും ഇതുമായി ബന്ധപ്പെട്ട കൂടിയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് പോകുക, അതിന് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരിക ഒക്കെയുണ്ട്. കോൺഗ്രസ് ഏത് തരത്തിൽ കൂടിയാണ് ഈ അന്വേഷണത്തെ കാണുന്നത് എറണാകുളം ജില്ലയിൽ? തീർച്ചയായിട്ടും ഈ ഇതിന് മറുപടിയായിട്ടാണ് ഷൈൻ ടീച്ചർ നെഹ്റുവിന്റെ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അതിൽ സംസ്കാരം എന്താണ് പറയുന്നത് എന്ന് അത് കോൺഗ്രസിനില്ലെങ്കിൽ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കില്ലെങ്കിൽ അവർക്ക് പഠന ക്ലാസ് നൽകണം എന്നുള്ള തരത്തിലുള്ള സൂചന നൽകിയത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്കാരം നിലനിൽക്കണം, അതിനുമേലെ തന്നെ ആയിരിക്കണം മറ്റ് സംസ്കാരങ്ങളും ഉരുത്തിരിഞ്ഞു വരേണ്ടത് എന്നുള്ള തരത്തിലുള്ള കാഴ്ചപ്പാട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ അപർണ സൂചിപ്പിച്ചതുപോലെ വൈപ്പിൻ MLA എന്നുള്ള തരത്തിലേക്ക് അതൊരു ഉണ്ണികൃഷ്ണനെതിരായിട്ടുള്ള ഒരു വലിയ ആയുധമായിട്ടാണ് കോൺഗ്രസ് ഏറ്റുപിടിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, വരും തെരഞ്ഞെടുപ്പുകളിലേക്കും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു രാഷ്ട്രീയ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ട്
കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് CPM. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അത് കോഴിക്കോടുള്ള ഇത് ഷെയർ ചെയ്ത ഒരാളുടെ ആളുമായി നടത്തിയ എൻക്വയറിയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് കിട്ടി, ഞാൻ ഷെയർ ചെയ്തു. അങ്ങനെ പോലും അത്തരത്തിൽ അല്ലെങ്കിൽ ഇത് സീരിയസ്നെസ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ് എന്നുള്ളതിന്റെ വ്യക്തത മനസ്സിലാക്കാതെ അത്തരത്തിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരുപാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഇതൊരു വലിയ കടമ്പയാണ്. കാരണം ഒരു വലിയ പരാതി മുന്നിൽ നിൽക്കുന്നു. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ നിലപാടുള്ള ഒരു സ്ത്രീക്കെതിരെ ഇത്ര വലിയ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നു. അത് പ്രതിപക്ഷം ഏറ്റുപിടിക്കുന്നു, കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നു, അത് പ്രചരണ ആയുധമാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ ഉള്ള സാധ്യത ഏറെയാണ്. അപർണ. ഓക്കെ, രവീന്ദ്രൻ വിവരങ്ങൾ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച് CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് CPM നിലപാട് വ്യക്തമാക്കിയത്. ബീഹാർ മാതൃക നടപ്പാക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് MV ജയരാജൻ പറഞ്ഞു. ബീഹാറിന് നൽകിയ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സർക്കുലർ കൂടി 9/9/2025 സർക്കുലർ കൂടി ഇവിടെ വിതരണം ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയ സർക്കുലറാണത്. അതിൽ സുപ്രീം കോടതി വിധിയെ റെഫറൻസായി പറയുന്നുണ്ട്. 8/9 വിധിയെ അടിസ്ഥാനമാക്കി 12ാമതായി ആധാർ കാർഡ് SIRന് രേഖയായി അംഗീകരിച്ചത് പറയുന്നുണ്ട്. അപ്പോൾ ബീഹാറിന് ബാധകമായി ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചതും വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയതുമായ SIR ഒട്ടും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഇത്തരമൊരു യോഗം സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടേത് വിളിച്ച് കൂട്ടുന്നതിന് മുമ്പ് 5 ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ യോഗം നടത്തി കഴിഞ്ഞു. അത് അങ്ങയുടെ നിർദ്ദേശങ്ങളെ, അങ്ങയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി പോയി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആശങ്ക വേണ്ട എന്നും യോഗ്യരായ എല്ലാവരെയും പട്ടികയിൽ ഉൾക്കൊള്ളിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. SIR വരുമ്പോൾ ഒരാൾക്ക് ആശങ്ക വേണ്ട. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടി നൽകാനാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം സഹകരണം ഏറ്റവും ആവശ്യമാണ്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഒരു സഹായം സഹകരണം കൂടി ആവശ്യമാണ്. മീഡിയയുടെ കൂടി എല്ലാവിധ പിന്തുണ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. VV അരുൺ ചേർന്നു വിവരങ്ങളുമായി. CPMന്റെ നിലപാടിന് ഏത് തരത്തിലുള്ള ഒരു മറുപടി? മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അപർണ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായാണ്, അതുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചത്. ഇതിൽ CPMഉം കോൺഗ്രസും CPM ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. 3 പാർട്ടികളും ഒരുപോലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയാണ്. കാരണമായി പറയുന്നത്, ഒന്ന്, സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ്, ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നത് തന്നെ തെറ്റാണ്. മാത്രവുമല്ല, കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ 2 പ്രക്രിയയുമായി ഒരുമിച്ച് പോകുന്നതെന്ന ആശങ്ക കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് പങ്കുവച്ചു. ഈ വോട്ടർ പട്ടിക 2024 സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. ആ പട്ടിക അടിസ്ഥാനമാക്കി വേണം, അത് അടിസ്ഥാന രേഖയാക്കി വേണം പരിഷ്കരണം നടത്തുന്നെങ്കിൽ നടത്തേണ്ടത് എന്നാണ് CPMന് വേണ്ടി സംസാരിച്ച MV ജയരാജനും അതുപോലെ തന്നെ PC വിഷ്ണുനാഥും CPM പ്രതിനിധി K രാജുവും അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത്. പ്രവാസി വോട്ടർമാരെ ഒഴിവാക്കുന്നതും കുടിയേറ്റ വോട്ടർമാരെ ഒഴിവാക്കുന്നതും അവരോട് ചെയ്യുന്ന അനീതിയാണ്, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കലാണ്.
അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യമെങ്കിൽ അത് ഈ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാനിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഇരട്ട വോട്ടർമാരെയും വ്യാജ വോട്ടർമാരെയും ഒഴിവാക്കിയാൽ തന്നെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പിന്നെ എന്തിനാണ് ബീഹാർ മാതൃകയിൽ ഇവിടെയും ഒരു പരിഷ്കരണം എന്ന ചോദ്യമാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. BJP പ്രതിനിധി B. ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും BJP അതിനെ പിന്തുണയ്ക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയാണ്. ഒരു ആശങ്കയും വേണ്ടെന്നാണ് ആമുഖമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ U. രത്തൻ കേൽക്കർ പറഞ്ഞത്. PV അരുൺ.